ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന FC കാണാം. ഇത് ഒരുപാട് നാളുകൊണ്ട് കയറ്റി വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ FCയുടെ കോല നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. വളരെ ദയനീയ അവസ്ഥയിലാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു ശാപമോക്ഷം കൊടുക്കാൻ പോവുകയാണ്. ഇതിലെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ താക്കോല് കളഞ്ഞു പോയ നിമിത്തം ഇത് കുറേ നാളുടെ കയറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ആദ്യം ഈ കീ സ്ലോട്ട് അടിച്ച് പുതിയ കീ അടിക്കണം. എന്നിട്ട് മാത്രമേ പെട്രോൾ അടിക്കാനും ബാക്കി പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പോൾ വണ്ടി ആ സ്ഥലത്ത് നമ്മൾ കുറച്ച് വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് കറക്റ്റ് കാണാം. സീറ്റൊക്കെ വട്ടിയടിച്ച് കയറിയിട്ടുണ്ട്. ടയറിലൊന്നും കാറ്റില്ലാതെ വെണ്ടി കയറി വണ്ടി ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഫുള്ളായിട്ട് ഇന്ന് റീസ്റ്റോർ ചെയ്യാൻ പോയി. എല്ലെങ്കിൽ ഒന്ന് കാണിക്കുക, നടക്ക് കുത്തൊക്കെ പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടൊന്ന് കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലെങ്കിൽ. ഇത് ഫ്ലവർ എല്ലെങ്കിയാണ്. ഓക്കെ, ഓഫ് ചെയ്തു. പണിത് പണിത് നേരെ വേണ്ടിയിട്ട് ഇതറിഞ്ഞില്ല. ഈ വണ്ടി ഇത്രയും നല്ല രീതിക്ക് നോക്കിയ ഓണറാണ് ഈ പണിതുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം വണ്ടിയുടെ രണ്ട് സൈഡിലെ പാനലും അയച്ചിട്ടുണ്ട്. തുരുമ്പൊന്നും ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ നട്ടുകളൊക്കെ നമുക്ക് ഊരി എടുക്കാൻ പറ്റി. അപ്പോൾ ഈസിയുള്ള വണ്ടി നമ്മളിപ്പോൾ ഷോർട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ശ്രമത്തിലാണ്. ഇതിലുള്ള വണ്ടി നമ്മളെ പ്ലാൻ ഒരു സക്സസ് ആയി കഴിഞ്ഞു. വണ്ടി നമ്മൾ കീ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഇനി നമുക്ക് സെൽഫ് അടിക്കാം. സെൽഫ് അടിച്ചോ? അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ വണ്ടി കീ ഇല്ലാതെ തന്നെ സ്റ്റാർട്ടാക്കി. പക്ഷേ നേരെ ഇരട്ടിയതുകൊണ്ട് തന്നെ കടയൊക്കെ അടച്ചു. ഇനി ബാക്കി വർക്ക് നാളെ. അപ്പോൾ വണ്ടിയുടെ താക്കോലൊക്കെ നമ്മൾ അടിച്ച് ഇറക്കിയിട്ടുണ്ട്. താക്കോലും അടിച്ച് സീറ്റും പുതിയ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാധനത്തിൻ്റെ ഫ്യൂൽ പമ്പ് അടിച്ചതിൻ്റെ വണ്ടി റീസ്റ്റോറേഷൻ വർക്ക് തൽക്കാലത്തേക്ക് നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ഇത് 1-2 മാസം കഴിഞ്ഞ് കുറച്ച് ഫണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ ഫ്യൂൽ പമ്പ് ചെയ്യുന്നുള്ളൂ. വണ്ടിയുടെ എണ്ണ മൊത്തം നമ്മൾ താക്കോലടിക്കാൻ പോയപ്പോഴൊക്കെ ഇതിൽ കിടന്ന എണ്ണ മൊത്തം തീർന്നു. നമ്മളിപ്പോൾ യമഹയുടെ ഷോറൂമിലാണ് വണ്ടി കയറ്റി വെച്ചിരുന്നത്. അപ്പോഴാണ് ഫ്യൂൽ പമ്പ് പോയ സത്യം നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ വണ്ടി ഇനി കെട്ടി വലിച്ച് എങ്ങനെയെങ്കിലും വീട് വരെ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.